T20 ലോകകപ്പിൽ കിരീടം നിലനിർത്താൻ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിന് ഉപദേശവുമായി മുൻ ഇതിഹാസ താരം അശ്വിൻ. 2024 ഇന്ത്യ ലോക ചാമ്പ്യന്മാരായത് ബാറ്റിംഗ് കരുത്തുകൊണ്ടല്ല, മറിച്ച് ബൗളിംഗ് മികവ് കൊണ്ടാണെന്ന് ഓർമ്മിപ്പിക്കുന്ന അശ്വിൻ ഇത്തവണയും ബൗളിംഗിന് മുൻതൂക്കം നൽകുന്ന ടീം കോമ്പിനേഷനാണ് വേണ്ടതെന്ന് വാദിക്കുന്നു. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അശ്വിൻ ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട 4 ബൗളർമാരുടെ പേരുകൾ വെളിപ്പെടുത്തിയത്. കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, ഹർഷ്ദീപ് സിംഗ് എന്നിവരെ ഒരുമിച്ച് കളിപ്പിക്കണമെന്നാണ് അശ്വിന്റെ പക്ഷം. ടീം സെലക്ഷനിൽ ബാറ്റർമാർക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനെ അശ്വിൻ ചോദ്യം ചെയ്യുന്നു. 8 ബാറ്റർമാരെ കളിപ്പിച്ചാലും നമ്മൾ തോൽക്കാം. ജയവും തോൽവിയും ബാറ്റർമാരുടെ എണ്ണത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ ജയിച്ചത് നമ്മുടെ ബൗളിംഗ് ആക്രമണം കാരണമാണ്. അത് നമ്മൾ മറക്കരുത്, അശ്വിൻ പറഞ്ഞു. ഇന്ത്യക്ക് നിലവിൽ മികച്ച ബൗളിംഗ് ഓപ്ഷനുകളുണ്ട്. കുൽദീപ്, വരുൺ, ബുംറ, ഹർഷ്ദീപ് എന്നിവരെ കൂടാതെ ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ടീമിലുണ്ട്. അതായത് 6 ബൗളിംഗ് ഓപ്ഷനുകൾ. പിന്നെ എന്തിനാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്, അശ്വിൻ ചോദിക്കുന്നു. ഇന്ത്യയുടെ ഈ 4 ബൗളർമാരെയും നേരിടുക എന്നത് ലോകത്തിലെ ഏത് വമ്പൻ ടീമിനും വെല്ലുവിളിയാണെന്ന് അശ്വിൻ വിലയിരുത്തുന്നു. ആധുനിക ക്രിക്കറ്റിൽ ഈ സ്പിൻ ജോഡികളെ വായിച്ചെടുക്കാൻ കഴിയുന്ന ബാറ്റർമാർ വളരെ കുറവാണ്. വിക്കറ്റ് വീഴ്ത്താനുള്ള ഇവരുടെ കഴിവ് അപാരമാണ്. ജസ്പ്രീത് ബുംറ ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളർ. ബുംറയ്ക്കെതിരെ സ്കോർ ചെയ്യുക എന്നത് ഏതൊരു ബാറ്റർക്കും പേടി സ്വപ്നമാണ്. ഹർഷ്ദീപ് സിംഗ് പന്ത് സ്വിച്ച് ചെയ്യാനും ഡെത്ത് ഓവറുകളിൽ കൃത്യതയോടെ എറിയാനും കഴിയുന്ന തലച്ചോറുള്ള ബൗളറാണ് ഹർഷ്ദീപ്. ഒരവസരമുണ്ടെങ്കിൽ എന്റെ മികച്ച 4 ബൗളർമാരെയും ഞാൻ കളിപ്പിക്കും. ഈ 4 പേരെ ലോകത്തിലെ ഏത് ടീമിന് നൽകിയാലും അവർ ഇവരെ കളിപ്പിക്കും, അശ്വിൻ കൂട്ടിച്ചേർത്തു. കണക്കുകളിലെ കരുത്ത് അശ്വിന്റെ വാദത്തിന് ബലം നൽകുന്നതാണ്. ഈ 4 പേരുടെയും T20 റെക്കോർഡുകൾ: കുൽദീപ് യാദവ് 50 മത്സരങ്ങളിൽ നിന്ന് 90 വിക്കറ്റുകൾ. വരുൺ ചക്രവർത്തി 33 മത്സരങ്ങളിൽ നിന്ന് 55 വിക്കറ്റുകൾ. ഹർഷ്ദീപ് സിംഗ് 110 വിക്കറ്റുകൾ. ജസ്പ്രീത് ബുംറ 103 വിക്കറ്റുകൾ. ഈ കണക്കുകൾ നോക്കുമ്പോൾ അശ്വിൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വ്യക്തം. വരാനിരിക്കുന്ന ലോകകപ്പിൽ ഈ കോമ്പിനേഷൻ പരീക്ഷിക്കാൻ ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്.